പാർട്ട് 4 ഓഫ് മണി മേക്കിംഗ് ചലഞ്ച്. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ പ്രൊഡക്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സോ നാളെ ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഇത് ആക്ച്വലി ലൈവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പേരും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു പേരാണെന്ന്. ബട്ട് ഇന്ന് ഞാൻ ആ പേര് കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോഴേക്കും നമ്മുടെ സൈറ്റും കാര്യങ്ങളൊക്കെ ലൈവ് ആയിരിക്കും. അപ്പോൾ ഈ കാണുന്ന നിങ്ങൾക്കും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അതിന് വേണ്ട സജഷൻസ് ഒക്കെ പറയും. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് പേരും കാര്യങ്ങളും പറയും. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നും പറയാൻ നമ്മൾ പറഞ്ഞൊരു വെബ്സൈറ്റ് ബിൽഡറാണ്. ഓക്കെ, നമുക്കറിയാം വേറെ ഒരുപാട് വെബ്സൈറ്റ് ബിൽഡേഴ്സ് ഉണ്ട്. സോ എന്തിനും ഈ ഒരു വെബ്സൈറ്റ് ബിൽഡർ യൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആക്ച്വലി ഒരു വെബ്സൈറ്റ് ബിൽഡർ എന്ന് മാത്രം പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഒരു ഫസ്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ നമ്മുടെ ഒരു സർവീസ് എന്ന് പറയുന്നതാണ് ഈ ഒരു വെബ്സൈറ്റ് ബിൽഡർ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഒരുപാട് ഷോപ്സും നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്കൊന്നും വെബ്സൈറ്റ് കാര്യങ്ങളും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ അവർ ബേസിക്കലി ഒരു വെബ്സൈറ്റ് കൊണ്ട് നടക്കാത്തതിന് മെയിൻ പ്രശ്നം ബഡ്ജറ്റ് തന്നെയായിരിക്കാം. കാരണം നമുക്കറിയാം നമുക്കൊരു കസ്റ്റമായിട്ടൊരു വെബ്സൈറ്റും കാര്യങ്ങളും ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരാളെ സമീപിച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് വരും. ഓക്കെ, നമ്മൾ എത്ര റേറ്റ് കുറച്ച് ചെയ്യുന്നവരാണെങ്കിലും ഒരു 5,000 ഒക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഫ്രീലാൻസ് ആയിട്ട് 5,000 ആ റേഞ്ചിൽ ചെയ്താലോ എന്ന് ഓർത്തിട്ട്. പിന്നെ നല്ല രീതിയിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യുന്നവർ, കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ഫ്രീലാൻസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും ഒരു 15K 20K ആ റേഞ്ചിലേക്ക് കാര്യങ്ങളെല്ലാം പോകും. അപ്പോൾ നമ്മുടെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ വീണ്ടും റേറ്റും കാര്യങ്ങളെല്ലാം കൂടും. പക്ഷേ നമ്മുടെ ഈ ഒരു സർവീസ് എന്ന് പറയുമ്പോൾ അവർക്ക് കംപ്ലീറ്റ് സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കും. 24 hours നമ്മൾ ആക്ച്വലി 24 hours എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും മാക്സിമം നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ബിൽഡർ മാത്രമല്ല, വെബ്സൈറ്റ് വഴി ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് ഓർഡർ എടുക്കാം. ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവർക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് എടുക്കാം. അതുപോലെ റിവ്യൂസും കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ കോൺടാക്ട് എൻക്വയറീസ് ഒക്കെ നമുക്കറിയാം കോൺടാക്ട് ഫോമും കാര്യങ്ങളും വെബ്സൈറ്റുകളിൽ വരും. സോ അത്തരം കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ മാർക്കറ്റിംഗ് ടൂൾസ് അങ്ങനെ കുറേ പരിപാടികൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ദ ഇനീഷ്യൽ പ്രൊഡക്റ്റിൽ ഈ പറയുന്ന ഒരു വെബ്സൈറ്റ് ബിൽഡർ മാത്രമായിരിക്കും കാണുക. ബേസിക്കലി വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ടെംപ്ലേറ്റ് കസ്റ്റമൈസ് ചെയ്യാം, ഫോണ്ട് കസ്റ്റമൈസ് ചെയ്യാം, അതിൻ്റെ തീം കളർ കണ്ടന്റ് വട്ടെവർ ഇറ്റ് ഈസ്, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് ബിൽഡറും കാര്യങ്ങളായിരിക്കും ഇനീഷ്യലി നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ബട്ട് പ്രൊഡക്റ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, അത് നമ്മൾ സെല്ല് ചെയ്യണം. സെല്ല് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മുടെ മണി മേക്കിംഗ് ചലഞ്ചിൽ നമുക്കറിയാം മണി മേക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ആരെങ്കിലും ഒരാൾ വാങ്ങണം, അല്ലെങ്കിൽ ആരെങ്കിലും ആൾക്കാർ ഇത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. നമുക്കറിയാം കറൻറ്റ് ഇപ്പോൾ വരെയുള്ള നമ്മളുടെ ചിലവ്, ഈ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സീറോ ആണ്. ഓക്കെ, ₹1 പോലും നമ്മൾ ഇതുവരെ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടില്ല. സോ ദാറ്റ്സ് എ നൈസ് തിങ് എനിവേ. അപ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് ചിലവും കാര്യങ്ങളെ പറ്റി നമുക്കറിയാം. ഈ പറയുന്ന ഡൊമൈൻ വാങ്ങണം, സോ അത് അത്യാവശ്യം കോസ്റ്റ് വരും. അതുപോലെ ഹോസ്റ്റ് ചെയ്യണതിനും ഇതേപോലെ ചിലവും കാര്യങ്ങളെല്ലാം വരും. സോ അവിടെ നമുക്ക് കുറച്ച് ചിലവും കാര്യങ്ങളും വരും. ബട്ട് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മളൊരു ചിലവ് വരുത്തരുത്. ഓക്കെ, ചിലവ് വരുത്താതെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അതിനുവേണ്ടി എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ വളരെ സിമ്പിളായിട്ട് ലീഡ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് കിട്ടണം. ഓക്കെ, അതിനാണല്ലോ ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ചെന്നിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ റെസ്റ്റോറൻറ്റ്സ് ഇൻ കൊച്ചി എന്നൊക്കെ സെർച്ച് ചെയ്യും. സോ അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറേ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും കാണും. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന നമുക്ക് വേണ്ട ഫോൺ നമ്പറും അവരുടെ പേരും അവരുടെ സ്ഥലവും വട്ടെവർ ഇറ്റ് ഈസ് എല്ലാ കാര്യങ്ങളും കാണും. അതിനകത്ത് വെബ്സൈറ്റ് ഇല്ലാത്തവർ, സ്വന്തമായിട്ട് വെബ്സൈറ്റോ കാര്യങ്ങളോ അതിനകത്ത് ആഡ് ചെയ്യാത്തവരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. സോ അത്തരം ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഒരു ഫയലിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, ഒരു എക്സൽ ഫയലിൽ വല്ലതും ഈ പറയുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. സോ അതിനുശേഷം നമ്മൾ ഈ പറയുന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആ ഒരു ഡേറ്റയും കാര്യങ്ങളെ യൂസ് ചെയ്ത് നമുക്ക് മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് മെസ്സേജസ് അവർക്ക് അയക്കാം, അവർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അത് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ ലീഡ് കളക്ട് ചെയ്യണം. സോ ദാറ്റ് വിൽ ടേക്ക് സം ടൈം. പല ഓട്ടോമേഷൻ ടൂൾസ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ പ്രോപ്പർലി ഒന്ന് യൂസ് ചെയ്താത്തതുകൊണ്ട് ഒന്നിലൊന്നും ഉറപ്പ് പറയാൻ എനിക്ക് വരില്ല. അപ്പോൾ നമ്മൾ ലീഡ് കളക്ട് ചെയ്യണു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ലീഡ് കളക്ട് ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് പേയ്മെൻറ്റ് സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, പേയ്മെൻറ്റ് സിസ്റ്റം കൂടി സെറ്റപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയെന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതിൽ നിന്നൊരു ഏണിങ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് 6-ാം തീയതി, ഓക്കെ, മെയ് 6 ഇന്ന്. സോ ബൈ 10th, ഓക്കെ, 10-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ഓർക്കുന്നത്. കാരണം ലൈക്ക് ഒരു ലൈവായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്ത് ലൈവ് ആക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോഴേക്ക് ഈ ബാക്കി വർക്കും കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ പറയുന്ന ലീഡ് കളക്ട് ചെയ്യുക, ഇപ്പോൾ ഇന്നത്തെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കുറച്ച് ലീഡ് കളക്ട് ചെയ്യുക, അതുപോലെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതൊക്കെയായിരിക്കും ഇന്നത്തെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ.
അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളും കിട്ടി. നമ്മൾ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 1 വീക്ക് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4-5 ദിവസമായി തോന്നുന്നു. സോ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തില്ല. ബട്ട് എനിവേ 1 വീക്ക് കൊണ്ട് പറ്റിയില്ലെങ്കിൽ 1 വീക്ക് കൊണ്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും തരുന്നതായിരിക്കും. അതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല. നമ്മൾ ബേസിക്കലി വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കവർ ചെയ്തു. ബാക്കിയെല്ലാം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.